ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അമ്മ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത് ഗൈസ്. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് ഗൈസ്. അപ്പോൾ ഞായറാഴ്ചത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞായറാഴ്ച. ഇന്ന് മൊത്തം എടുക്കുമെന്ന് എനിക്കറിയില്ല. ഇടയ്ക്ക് ഞാൻ മറന്നു പോകും, ഞാൻ വീഡിയോ എടുത്ത കാര്യം വരെ. അപ്പോൾ നമുക്ക് വഴിയെ കാണാം ഗൈസ്. ഇപ്പം ഞാൻ തലയിൽ വെളിച്ചെണ്ണ കഴിച്ചതുകൊണ്ട് ഭയങ്കരമായിട്ട് കൂടിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ താളിയിട്ട് തല കഴുകാമെന്ന്. ഒന്നാമത് കവക്കെട്ടുണ്ട്, എന്നാലും ഒന്ന് തല കഴുകാമെന്ന് വിചാരിച്ചു. നമ്മൾ ചെമ്പത്തി പറിക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് ഉള്ളു കേട്ടോ, നമുക്ക് അത് വെച്ചിട്ട് നോക്കാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് താളി തേക്കാൻ ചോദിച്ചു. കാരണം ഇപ്പം ഹെൽത്ത് സെൻറ്ററിൽ ആൾക്കാർ വരും, വീടും പരിസരമെല്ലാം വൃത്തിയുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വീട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. പിന്നെ താളിയെല്ലാം അരച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ എംബോസിഷനൊക്കെ എഴുതാനുണ്ടേനു. പിന്നെ എംബോസിഷനൊക്കെ എഴുതി പഠിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇനി എന്തെങ്കിലും ഫുഡ് കഴിക്കണം. അട്ടപ്പരിന്ന് കഴിച്ച് ഞാൻ എങ്ങോട്ടാണ് കഴിച്ച്, ഞാൻ പള്ളിയിൽ പോവാണ്. എൻ്റെ കസിനും അവിടെ അമ്മയും കൂടെ ഇപ്പോൾ പള്ളിയിലേക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ ഓട്ടോ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നടക്കുവാണ്. വെയിലും ഒരു സൺസ്ക്രീൻ പോലും ഇട്ടില്ല. എന്തായാലും കുറക്കൊന്നുമില്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല റോഡായതുകൊണ്ട് വണ്ടിയൊക്കെ ഇരുന്ന് പറക്കുക. ഞാൻ ഈ അറ്റത്തോട്ട് പോകുന്നു, എനിക്ക് പേടിയാകുന്നുണ്ട്. എന്നാലും ഞാൻ അവിടെ എത്തുന്നവരെ വണ്ടി ഒന്നും പോലെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ. നല്ല വെയിലുണ്ട് ഗൈസ്, നല്ല റോഡും നല്ല പോകണ്ടോ. ഇതാണ് സുഹൃത്തുക്കളെ കാരാപറമ്പ്. നമ്മളിപ്പോൾ ആവിലപ്പള്ളിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ കാരാപറമ്പ് ടൗണിലെത്തി. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. എന്താ റോഡിൻ്റെ ഇപ്പുറം എത്തി, ഞാൻ നേരെ പോയാൽ മതി. അവരൊന്നും എത്തിയിട്ടില്ല, അവിടെ നമുക്കിനി പതിയെ പോയാൽ മതി ഗൈസ്. അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കണം, ജ്യൂസ് കുടിക്കണം, എന്തെങ്കിലും ലൈം കുടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഒറ്റക്കായതുകൊണ്ട് ഒരു മടി ഗൈസ്, ഇൻട്രോവേർട്ടായതുകൊണ്ടേ. അയ്യോ, ഇപ്പം നമ്മളെത്തും ഗൈസ്. അതാണ് പള്ളി. എന്തോ അത്തിപ്പഴം എന്തോ കണ്ടിട്ടുണ്ട്, തിന്നാൻ പറ്റുന്ന അമ്മ. മണമുണ്ടോ ഡീസ? അമ്മേ, നല്ല തണലുണ്ട് കേട്ടോ. ഇതാണ് കഴിച്ച അത്തിപ്പഴം പോലെ. പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ, സ്മെല്ലൊന്നുമില്ല. നല്ലൊരു തണലുണ്ട് കേട്ടോ. പള്ളിയിൽ നിന്ന് മെഴുകുതിരിയെല്ലാം കത്തിച്ച് ആഗ്രഹമെല്ലാം കെട്ടിത്തൂക്കി. ഞാൻ മുട്ടിലൊക്കെ ഇഴഞ്ഞു. ഇതുവഴിയാണ് മുട്ടിലെഴിയുന്നത്, അതുകൊണ്ടോ ആ കുരിശിൻ്റെ അവിടെ നിന്ന് നേരെ മേലോട്ട് ആ പള്ളി വരെ ഇങ്ങനെ പോകും. അങ്ങനെ പോകും. അങ്ങനെ മുട്ടിലൊക്കെ ഇഴഞ്ഞു. എന്നിട്ടിങ്ങനെ ഇരിക്കുകയാണ്, കുറച്ച് ഞാൻ റെസ്റ്റ് എടുക്കുകയാണ് ഗൈസ്. എൻ്റെ കസിനും ഉണ്ട് ഇവിടെ. ഇങ്ങനെ തറയിലിങ്ങനെ ഇരിക്കുകയാണ്. നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. ക്യാമറ എന്താ ഇങ്ങനെ ഷെയ്ക്കാന്നല്ലേ. ആൻറ്റീനെ ഞങ്ങൾ ബസ് പറഞ്ഞു വിട്ടു. നമ്മൾ ടൗണിലെത്തി ഗൈസ്. നമ്മളിപ്പോൾ പള്ളിയിൽ പോയിട്ട് വീട്ടിലേക്ക് തിരിച്ച് നടക്കുകയാണ് ഓട്ടോ എല്ലാം കുടിച്ചിട്ട്. അപ്പോൾ നമ്മൾ ലൈം സോഡ എല്ലാം കുടിച്ച് അയ്യോ വഴിയെ കാണാം ഗൈസ്. സമയം 6 മണി. നമ്മളിപ്പോൾ കടയിൽ സാധനം മേടിക്കാൻ വേണ്ടി പോവുകയാണ്. വാഴത്തോട്ടമുണ്ട്, മറ്റേ സാധനം ഉണ്ടെങ്കിൽ സെറ്റായിട്ട് നമ്മൾ സാധനം മേടിച്ചു. ഫ്ലൈറ്റ് പോകുന്നുണ്ട് വെള്ളം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇത്രയും അങ്ങ് അകലെ കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് താഴെയായിരിക്കും. ഇതെങ്ങോട്ടായിരിക്കും? പുറത്തേക്ക് പോകുന്നതായിരിക്കും ഇല്ലേ? എന്ത് രസമാണ് അത് പോകുന്നത്. പിന്നെ ഇവിടെ അതിപ്പം കാണുന്നില്ലേ? അത് പോകുന്നത് സുണ്ണി സാർ മൈ ബ്രദർ 4 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ് വന്നു. അപ്പം എനിക്കൊരു ടെഡി ബിയറിനെ കൊണ്ടുവന്നു ഗൈസ്. ചെറുതാണ്, നല്ല രസമുണ്ട്. ഇങ്ങനെ എടുക്കാം.
തക്കട് പോലത്തെ നല്ല പഞ്ഞിക്കുട്ട പോലത്തെ സാധനം. അമ്മക്ക് ഇഷ്ടമായില്ല ഗൈസ്. അമ്മ പൈസ പൊട്ടിയാലും വഴക്ക് പറയുന്നത്. പിന്നെ ഇത്രയും തിന്നാൻ കൊണ്ടുവന്നു മൈസൂർ. ഗൈസ് നമ്മളിനി പാല് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അമ്മ തയ്ക്കാൻ പോകും, ഞങ്ങൾ പാലും മേടിച്ച് വീട്ടിൽ പോകും. ചായ ഒക്കെ എൻ്റെ ഇതെല്ലാം കൊണ്ടിട്ട് ഒന്നും ഇല്ലാത്ത വീട്ടിലെത്തി തിന്നാൻ ദാരിദ്ര്യം പിടിച്ച വീട്ടിലെ പോലെ ഇരുന്നതാണ്. നല്ല ദിവസത്തിൻ്റെ വെയിൽ കാണാൻ. നമുക്ക് ഞങ്ങൾ ഉദ്ദേശിച്ച പാല് കിട്ടിയില്ല ഗൈസ്. ഞങ്ങൾക്ക് മിൽമയാണ് കിട്ടിയത്. എനിക്ക് മിൽമ ഇഷ്ടമല്ല. ആണ്ടടി കുരുമുളക് ആയതല്ലേ പറിച്ചിട്ട് വീട്ടിൽ ഗൈസ്. എന്നിട്ട് ഞങ്ങൾ 2 പുളിമുട്ടായി മേടിച്ച് കൊണ്ടുപോയി, ബോൾ പോലത്തെ. നല്ല രസമാണ് വെറുതെ ചവച്ച് തിന്നാൻ. ഈ ലോക്കെന്ന് എഴുതി കാണിച്ചൂടെ. നമ്മളിങ്ങനെ ഇനി ചെറുതുണ്ടാവും, ഇങ്ങനെ കയ്യിലെല്ലാം ഇട്ടിട്ട് കളിക്കും നമ്മൾ പണ്ട്. ഇത് കുറച്ച് മുഴുത്ത സാധനമാണെന്ന് തോന്നുന്നു. മാങ്ങ കിട്ടി, അച്ചാറിടാം. വേറെ ഉണ്ടോ നോക്കണം. ഇത് കേടല്ലേ. പക്ഷേ രണ്ട് കപ്പളങ്ങ വീണായിരുന്നു. അപ്പോൾ ഇത് വേറെ എൻ്റെയാണ്. ഇപ്പം ഞങ്ങൾ എന്തെല്ലാം തിന്നുന്നതെന്ന് ഇപ്പം പറയുമായിരുന്നു. രാവിലെ കുറേ ബേക്കറി തിന്ന്, പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു, അതിരുന്ന് തിന്ന്. ഇപ്പം തീറ്റാണല്ലേ. എൻ്റെ ദൈവേ, തടി വെച്ച് വരുമോ എനിക്കറിയത്തില്ല. നല്ല വലിപ്പം തിന്നുന്നുണ്ട് കേസ്. നമ്മളെ കപ്പളങ്ങ വെച്ചിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോവാണ്. കപ്പളങ്ങയും ഇത് പയറുപൊടിയാണ്, അതും കൂടെ വെച്ചിട്ട് നല്ലതാണ് കേട്ടോ ഇങ്ങനെ ആക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമ്മൾ പാക്കെല്ലാം ഇട്ട് കഴിഞ്ഞു, കയ്യിലെല്ലാം കുറേ വാരി പോത്തിയിട്ടുണ്ട്. ഇനി മാങ്ങ നേരത്തെ കിട്ടിയ മാങ്ങ അച്ചാറിടാൻ വേണ്ടി പോകണം. ചോറ് തിന്നാനാകുമ്പോൾ വിചാരിക്കുന്ന അച്ചാറും കൂടി ഇട്ട് ചോറ് തിന്നാന്ന്. അപ്പം നമ്മളിനി ആ മാങ്ങ അരിഞ്ഞ് വെക്കലാണ്. ഇപ്പം മഴ പെയ്യാനായി. നമ്മൾ അതുകൊണ്ട് ജനലെല്ലാം അടച്ചിട്ട് ഇരിക്കുകയാണ്. പുറത്ത് ഭയങ്കര ഇടിയാണ് കൈസ്. മഴ പെയ്ത അവസ്ഥയാണ്. ഇപ്പം ഞങ്ങൾ കടയിൽ പോവുകയാണ്. രാവിലെയും കടയിൽ പോക്ക്, വൈകുന്നേരവും കടയിൽ പോക്ക്, ഡെയിലി കടയിൽ തന്നെയല്ലേ. അങ്ങനെ ഇപ്പോൾ കടയിൽ പോകണം സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എന്തെങ്കിലും ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം കപ്പ് സിറപ്പ് കുടിക്കുവാണ്. എൻ്റെ ചുമയൊന്നും ഇതുവരെ കുറഞ്ഞില്ല ഗൈസ്. ഇത് ഭയങ്കര എൻ്റെ പൊന്നി, ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം കഴിച്ചിട്ടില്ല. പക്ഷെ എന്തോ ഒരു ക്ഷീണമാണപ്പോൾ. കണ്ണുപോലും തുറക്കാൻ പറ്റൂല. വെളുപ്പിന് എക്സാം എഴുതുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇത് കഴിച്ച് കിടന്നിട്ട് എക്സാം വരെ ഞാൻ എഴുതാൻ വിട്ടുപോയി ഗൈസ്. ഈ സാധനം ചുമ വല്ലാത്തൊരു ഡോസായിപ്പോയി. നാളെ ഇനി എക്സാം ഇല്ല, അതുകൊണ്ട് ഇത് കഴിച്ചാലും കുഴപ്പമില്ല. നേരത്തെ എണീച്ചില്ലെങ്കിൽ വലിയ സീനൊന്നുമില്ല. ഞങ്ങൾ മേലെയാണ് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മേലെ കിടക്കുന്നതുകൊണ്ട് കരകൂട്ടനൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി എൻ്റെ മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാനുണ്ട്. നല്ല കരകൂട്ടനല്ലേ, കാണുമ്പോൾ ഒരു പേടിയാവുന്നുണ്ട്. റോസ് ചെയ്യുന്നല്ലേ. മുടി സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ട് കാണും. ഇതെൻ്റെ സുന്ദരിക്കുട്ടൻ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അന്നത്തെ കുറച്ച് 2 ദിവസത്തെ എങ്ങാണ്ടാന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോഴൊക്കെ ഞാൻ വ്ളോഗ് എടുത്ത് വെച്ചിട്ട്. പിന്നെ ഞങ്ങളെ വീട്ടിൽ ഒരു പൂച്ച പ്രസവിച്ചു. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണുന്നത് ആ പൂച്ച പ്രസവിച്ചു. അപ്പോൾ അതിൻ്റെ കുട്ടികളാണിത്. കണ്ണൊന്നും തുറന്നിട്ടില്ല, കുഞ്ഞിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ഗൈസ്.